ഭാവ്നി സുരേഷ് എന്ന സുരേഷ് ഗോപിയുടെ ഏറ്റവും ഇളയ മകളെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. ഇപ്പോഴിതാ ഭാവനി തിരുവനന്തപുരത്ത് സ്വന്തമായി ഒരു ബിസിനസ് തന്നെ തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ വാർത്തയിലും വന്നിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. തൻ്റെ രീതിയിൽ തനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ് എന്ന് തന്നെ പറയുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഭവ്നിയുടെ കൂട്ടുകാർ കളിയാക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കൂട്ടുകാരികൾ എല്ലാവരും കൂടി ഭവ്നിയെയും കൂട്ടി ഇപ്പോൾ ട്രിപ്പ് പോയിരിക്കുകയാണ്. സാധാരണയായി ഇത്തരത്തിൽ ട്രിപ്പുകളൊന്നും വരാത്ത ഭവ്നി ഇത്തവണ ഈ ട്രിപ്പ് വന്നത് മാംഗോ സ്റ്റീം റൈസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കൂട്ടുകാരികൾ കളിയാക്കുന്നത്. ഭക്ഷണപ്രിയയായ ഭവ്നിക്ക് മാംഗോ സ്റ്റീം റൈസ് കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നതിനെ തുടർന്ന് തന്നെയാണ് അവരോടിപ്പോൾ ഈ വിദേശ രാജ്യത്ത് ട്രിപ്പിന് പോയിരിക്കുന്നതെന്ന് പ്രേക്ഷകർ കളിയാക്കുകയാണ്. എന്നാൽ അത് ഭവ്നിയെ ഒട്ടുമേ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്ന് വേണം പറയാൻ. ഭവ്നി അത് വളരെയധികം നിസ്സാരമായി തന്നെയാണ് കാണുന്നത്. അങ്ങനെ കളിയാക്കിയാലും ഭവ്നിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ വാർത്ത ഓരോന്നോരോന്നായി തന്നെ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭാവ്നിയോട് എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ്. ഒരു താരപുത്രി എന്ന നിലയിലേക്കാൾ പ്രേക്ഷകർക്ക് വളരെയധികം ഭവ്നിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് രാധികയെക്കുറിച്ചും എല്ലാവർക്കും സംസാരിക്കാനുണ്ട്. 4 മക്കളെയും നന്നായി വളർത്തി എന്നതുകൊണ്ട് തന്നെയാണ് രാധികയെക്കുറിച്ച് എല്ലാവരും അത്തരത്തിൽ സംസാരിക്കുന്നത്. ഇവരുടെ ആദ്യ മകൾ ലക്ഷ്മി മരിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയൊരു ലക്ഷ്മിയായിരുന്നു ഭാഗ്യ സുരേഷ് എന്നവരുടെ മൂത്ത മകൾ. ലക്ഷ്മിയുടെ പേരിലാണ് അവിടെയുള്ള എല്ലാ ചാരിറ്റബിൾ സൊസൈറ്റിയും അവരുടെ വീടിൻ്റെ പേര് പോലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇടയ്ക്ക് വെച്ച് ഗോകുൽ സുരേഷിന്റെ കയ്യിലെ ടാറ്റു കൂടി വൈറലായത്. 7 പേരുടെ പേരാണ് കയ്യിൽ അവിടെ ടാറ്റു ചെയ്ത് എത്തിയിരിക്കുന്നത്. ഗോകുൽ സുരേഷ് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രേക്ഷകർ തന്നെ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി തന്നെ അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി, രാധിക സുരേഷ് ഗോപി, അതുപോലെ തന്നെ ഇവരുടെ 4 മക്കളെ മാത്രമല്ല അത് ലക്ഷ്മിയുടെ പേരും ഗോകുൽ സുരേഷ് കയ്യിൽ പച്ച കുത്തിയിരുന്നത് അന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ്. അവരിപ്പോഴും അവരുടെ സഹോദരിയെ പോലെ തന്നെയാണ് കാണുന്നത്. അവരാരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും അവരങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് കാണുന്നത്. അങ്ങനെയാണ് സുരേഷ് ഗോപി മക്കളെ വളർത്തിയിരിക്കുന്നത്. അതിലേറ്റവും വ്യത്യസ്തമായ ഒരു പെൺകുട്ടി തന്നെയാണ് ഭവ്നി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്ലേ വെച്ച് പോട്രി ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ്സാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ശാസ്തമംഗലത്ത് തന്നെയാണ് ആ ഒരു ഷോപ്പ് ഉള്ളതും. നമുക്ക് സ്വന്തമായി വേണമെങ്കിലും അവിടെ പോട്രി ചെയ്യാൻ പറ്റും. അതുപോലെ അവർ ചെയ്ത ഉപകരണങ്ങളും നമുക്ക് അവിടെ നിന്ന് പോയി വാങ്ങാൻ സാധിക്കും. അത്തരം ഒരു ബിസിനസ്സാണ് ഭവ്നി ചെയ്യുന്നത്. അതിനിടയിൽ കൂട്ടുകാരും അങ്ങനെയൊന്നും കറങ്ങാൻ പോകാത്തൊരു കുട്ടിയാണ് ഭവ്നി എന്നാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഭവ്നിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം തന്നെ പ്രേക്ഷകരൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.